ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന 2026 വേൾഡ് കപ്പിലെ സൂപ്പർ ക്ലാസിക് പോരാട്ടത്തെ കുറിച്ചാണ്. പോരാട്ടത്തിൽ കനറികളെ പൂട്ടി ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ. അങ്ങനെ 1-1 സമനിലയിൽ രണ്ട് ടീമും ഓരോ പോയിന്റ് വേൾഡ് കപ്പിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ നെട്ടിപ്പോയി ബ്രസീൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി അറ്റാക്കിങ്ങും പ്രസ്സിംഗ് ആയിരുന്നു. അതിന്റെ ഫലമായിട്ട് തന്നെ 21-ാം മിനിറ്റിൽ ഫസ്റ്റ് ഗോള് മൊറോക്കോ നേടുകയാണ്. അതും അതുവരെ ബ്രസീലിന്റെ മിഡ് പാസുകളും അതേപോലെ തന്നെ പൊസിഷനിലായ്മ എന്താണ് കാണിക്കുന്നത് തന്നെ ഒരു പിടിയുണ്ടായിരുന്നില്ല. ഒരു 2-3 ഗോളൊക്കെ വാങ്ങിക്കുന്നു വിചാരിച്ചു. അമ്മാതിരി കളിയായിരുന്നു. കളി ആ ഒരു കൂളിംഗ് ബ്രേക്കിന് തിരിഞ്ഞ ശേഷം വിനീഷ്യസിന്റെ ഒരു കിട്ടിലെ 32-ാം മിനിറ്റിൽ ഒരു കിട്ടിലെ ആങ്കിൾ ഗോളിലൂടെ ബ്രസീൽ സമനില പിടിക്കുകയാണ്. പിന്നെ ബ്രസീലിന്റെ കയ്യിലായി കളി. മൊറോക്കോ ഒന്ന് അയഞ്ഞ മട്ടിലായിരുന്നു കളി. എന്താന്ന് പറഞ്ഞാൽ ഹാഫ് ടൈമും കാര്യങ്ങളൊക്കെ ഹാഫ് ടൈമിന് ശേഷം തിരിച്ചു വരാനായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തീപ്പാറിയ 1-1 10 മിനിറ്റിനുള്ളിൽ രണ്ട് ഗോളുകൾ പറന്നു കിട്ടില്ല മത്സരമായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് ഒരു തീപ്പാറിയ മത്സരത്തിലേക്ക് പോകുന്ന പ്രതീക്ഷിച്ചിരുന്ന് ഉറക്കം ഒഴിച്ച് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചിരിക്കാന്ന് പറയും. അമ്മാദ്യം ത്രില്ലടിച്ചുകൊണ്ടിരുന്ന സെക്കൻഡ് ഹാഫ് വളരെ എന്താ പറയാ ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ തീപ്പൊരി എനർജി ഒന്നും കണ്ടില്ലായിരുന്നു. എന്താ പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു 20-25 മിനിറ്റോളം ബ്രസീലിന്റെ കയ്യിൽ തന്നെയായിരുന്നു ബോൾ കട്ടോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു ഡ്രിങ്ക്സിന് പോയ ശേഷം കൂളിംഗ് ബ്രേക്കിന് പോയ ശേഷം മൊറോക്കോ കളിയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അവർ പൊസിഷനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാണ്. പിന്നെ അവസാനത്തെ 10 മിനിറ്റ് ആയപ്പോൾ മൊറോക്കോയ്ക്ക് ഈ സമനില മതി എന്നുള്ള ഒരു എനിക്ക് തോന്നുന്നു രണ്ട് ടീമും അതിനു വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് വേൾഡ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരും 10-ാം സ്ഥാനക്കാരും അല്ലെങ്കിൽ 1-ാം സ്ഥാനക്കാരും 50-ാം സ്ഥാനക്കാരല്ല, 6ഉം 7ഉം റാങ്കുള്ള ആൾക്കാരാണ് കളിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു തീപ്പൊരു പ്രകടനം തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതിൽ യാതൊരു സംശയമില്ല. നെട്ടിച്ച് കളഞ്ഞു മൊറോക്കോ. എന്താ പറഞ്ഞാൽ മൊറോക്കോ കഴിഞ്ഞ പ്രാവശ്യം നെട്ടിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ആഫ്രിക്കൻ കരുത്തരായിട്ട് ആകെ ആഫ്രിക്കയിൽ നിന്ന് ഒരു ടീം സെമിഫൈനലിൽ എത്തിയത് കഴിഞ്ഞ പ്രാവശ്യമാണ്. അത് സ്പെയിനിനോടും പോർച്ചുഗലിനോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അവരുടെ ഒരു കളി മികവ് എന്താന്ന്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര പീക്ക് ലീവിൽ എത്തിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി അറ്റാക്കിങ്, അത് അവരുടെ ഡിഫൻസും അതേപോലെ കരുത്തരായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ കുറച്ച് എന്താ പറഞ്ഞാൽ ബ്രസീലിന്റെ കൂടെ കളിച്ചിട്ട് ഒരു സമനില മതി ആ ഒരു നിലയിലാണ് മൊറോക്കോ കളിച്ചിട്ടുണ്ടായത്. ചിലപ്പോ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറഞ്ഞാൽ അത്രയും മിസ് പാസുകളായിരുന്നു ഡിഫൻസിന്റെ ഭാഗത്തായിക്കോട്ടെ. മിഡ് പിന്നെ ഇല്ല ബ്രസീലിന്റെ. കാസിമിറോ, ബ്രൂണോ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്രിക്കറ്റ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ തന്നെ കിട്ടില്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആകെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ ആളാണ് മാൻ ഓഫ് ദി മാച്ച് നേടിയിരിക്കുന്നത്. 50-ാമത്തെ ബ്രസീലിന് വേണ്ടി 50-ാമത്തെ കളിയാണ് ആൾ കളിക്കുന്നത്. അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്തത് അത് കിടിലൻ ഗോളായിരുന്നു. ആ ഒരു ഗോളിലാണ് ബ്രസീൽ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയതും അതേപോലെ തന്നെ ഒന്ന് ഉണർന്ന് കളിക്കാൻ പറ്റിയതും. അല്ലെങ്കിൽ എന്തായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് ചിന്തിച്ചു നോക്കിയാൽ ബ്രസീലുകാർക്കൊക്കെ കിളി വീണ്ടാവും. ഈ ഒരു സ്ക്വാഡ് കൊണ്ടാണ് പോകുന്നത്. ഞാൻ സ്ക്വാഡ് പ്രഖ്യാപിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയ്മർ ജൂനിയറോ അതേ മിഡിൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ ബ്രസീലിന്റെ മിഡിലാണ് ആ 18-കാരൻ അയൂബ് ചെങ്ങായി മൊറോക്കയ്ക്ക് വേണ്ടിയിട്ട് 18-ാം വയസ്സിൽ ഇമാതിരി 5 ട്രോഫി എടുത്ത ബ്രസീലിന്റെ ആ ഒരു മിഡ്ഫീൽഡ് കാസിമോറയും ബ്രൂണയും ഒക്കെ ഭരിക്കുന്ന ആ ഒരു മിഡ്ഫീൽഡിനെ എന്താ പറയാ ഒറ്റയ്ക്ക് 90 മിനിറ്റ് ആണ് ആ 18-കാരനായ ചെങ്ങായി കളിച്ചതെന്ന് ആലോചിക്കണം. എമ്മാതിരി കളി. എനിക്ക് ആ കളി കണ്ടപ്പോ നമ്മുടെ സാവി ഉണ്ടല്ലോ, സാവി ഹെർണാണ്ടസ് ബാഴ്സയ്ക്കും സ്പെയിനിനും വേണ്ടി കളിച്ച ആ ചങ്ങായിയുടെ ഒരു കളി എന്താ പറയുക ബോൾ കാലിൽ കൺട്രോൾ അതേപോലെ പാസുകൾ അതേപോലെ ഈ റിക്കവറി ബോൾ എടുത്ത് ഉണ്ട് എന്റെ മോനെ ആ ടച്ചുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബ്രില്യൻസ്. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. സ്ട്രൈക്കറായി കളിച്ചിട്ടുള്ള തിയാഗോ ചങ്ങായിക്ക് ഒരു കിടിലൻ ഹെഡർ ചാൻസ് കിട്ടിയതും അത് മിസ് ചെയ്തു. അതേപോലെ അത്ര ഇമ്പാക്ട് ഒന്നും ആ ഒരു സ്ട്രൈക്കറിന്റെ റോളിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ റഫീനയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ റഫീന കിട്ടിയ 2 ചാൻസുകൾ ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് അടിച്ചു കളഞ്ഞത് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പാസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതല്ല റഫീനയുടെ ഭാഗത്തുണ്ടായത്. റഫീനയുടെ ഭാഗത്ത് കളി റഫീനെ ഗോൾ സ്കോർ ചെയ്യണമെങ്കിൽ നെയ്മറെ പോലെ അല്ലെങ്കിൽ ബാഴ്സലോണയിൽ യമാലിനെ പോലെ ഒരു പ്ലെയർ വേണം. യമാൽ അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ റഫീനെ ഒന്ന് പോകുമായിരിക്കും. അതേപോലെ തന്നെ നെയ്മർ വന്നു കഴിഞ്ഞാൽ ഈ കളിയിൽ മാറ്റങ്ങൾ വരും. എന്താ പറയുക മിഡിൽ ക്രിയേറ്റീവായിട്ട് കളിക്കാനും അതേപോലെ ത്രൂ പാസുകൾ കൊടുക്കാനും അവരുടെ ഡിഫൻസിനെ കീറി മുറിക്കാനും അവരുടെ മിഡിനെ തളർത്താനൊക്കെ ഉള്ള ഒരു ഇത് ബ്രസീലിൽ വേണം. അത് ഇപ്പോൾ ബ്രസീൽ ടീമിൽ ഇല്ല എന്നുള്ള. കാസിമീറൊക്കെ ഇങ്ങനെ നടക്കുക അങ്ങനെ ഗ്രൗണ്ടിൽ അതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാർ ചോദിച്ചു കാസിമീർ എന്ന് കളിക്കാണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിലാണ് ഇന്നത്തെ കളി. പിന്നെ മൊറോക്കോന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഹക്കീമി എക്സലന്റ്, ഒന്നും പറയാനില്ല. ഡിഫൻസിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആള് ഇവരുടെ പാസിംഗ് ഗെയിം തന്നെ കണ്ടു കഴിഞ്ഞാൽ എമ്മാത്ത് എന്തൊരു രസമായിട്ടാണ് ആ സ്പീഡ് പാസ്. ബ്രസീലിയ ചിന്തിക്കുന്നതും പിന്നെ ബോളുകൾ പോയി കൊടുക്കുക. ഇബ്രാഹിം ഡിയാസിന്റെ ആ ഒരു കിടിലൻ അസിസ്റ്റ് ഉണ്ടല്ലോ, എമ്മാതിരി ബോളാണ്. ആ ഒരു ചിപ്പും 2 ഡിഫൻഡർമാരുടെ ബ്രസീലിന്റെ മാർക്കീനസിനെയും അതേപോലെ തന്നെ ഗബ്രിയലിന് സാക്ഷിയായി നിർത്തിയിട്ട് അതിന്റെ സെന്ററിലൂടെയാണ് ആ ബോൾ കൊണ്ടുപോയിട്ട് ഗോൾ കീപ്പറിന്റെ മുകളിലൂടെ ഒരു ചിപ്പ് ചെയ്തിട്ടുള്ള ഗോള്. അതൊരു രക്ഷയില്ല, ഒന്നും പറയാനില്ല.
അപ്പൊ ഇനി അടുത്ത മത്സരം ഹെയ്ത്തിയും സ്കോട്ട്ലാൻഡൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് ടീമുകാർക്കും ഇവർ നിർണായകമാണ് ഇനി രണ്ട് മത്സരങ്ങളും. എന്താ പറഞ്ഞാൽ ആ രണ്ട് മത്സരങ്ങളിലും ജയിച്ചാൽ മാത്രം പോരാ, എത്ര ഗോളുകൾ അടിക്കാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കിട്ടുക. അപ്പൊ എന്തായാലും ഇനി അടുത്ത മത്സരങ്ങൾ എങ്ങനെയൊന്നും ആയിരിക്കില്ല. അതേപോലെ നെയ്മർ തിരിച്ചു വരെ വന്നായിരിക്കും ബ്രസീലുകാർ ഇപ്പോൾ വല്ലാണ്ട് ആഗ്രഹിക്കും. എന്താന്ന് പറഞ്ഞാൽ ഈ കളി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിലൊക്കെ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരൊക്കെ ആയിട്ട് കയറാൻ പറ്റുന്നുള്ളത് കൊണ്ട് ഈ ഒന്നാം റൗണ്ടൊക്കെ എങ്ങനെയും ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരായിട്ട് കയറായിരിക്കും. പക്ഷെ അതല്ലല്ലോ, റൗണ്ട് 32 റൗണ്ട് 16 ഒക്കെ വരുമ്പോൾ കളികൾ മാറും. അപ്പോ ഈ ടീം ഇങ്ങനെയുള്ള പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ എന്റെ മോനെ ഡിഫൻസിൽ ആരൊക്കെയാണ്? മാർക്കീനസും അതേപോലെ തന്നെ ഗബ്രിയലൊക്കെയാണ് ഡിഫൻസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ ഗോൾ കീപ്പറിന്റെ കയ്യിൽ നിന്നൊക്കെ പോണ പാസുകൾ നേരെ ചെല്ലുന്നത് മൊറോക്കന്റെ ഭാഗത്താണ്. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ആ ഫസ്റ്റ് ഹാഫിൽ ഗോളുകൾ കൂടുതൽ വീഴാതിരുന്നത്. അതായത് ബ്രസീലിനും ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബ്രസീൽ ഈ ഒരു കളിയല്ല ബ്രസീൽ ഫാൻസും അതേപോലെ ഫുട്ബോൾ ആരാധകരും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രം അതിൽ ഇന്ന് വിനീഷ്യസ് തങ്ങളുടെ ഒറ്റയ്ക്ക് തോളിലേറ്റിട്ട് കളിച്ചു. ആളുടെ കൂടെ കളിക്കാൻ ഇല്ലാന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ. റഫീനയാണ് ആകെ എന്തെങ്കിലും ചെറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഔട്ട് ഓഫ് ദി സിലബസ് ആണ്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ സീസണിലും മൊറോക്കോ അവരുടെ എന്താ പറഞ്ഞാല് മൊറോക്കന്റെ ഒരു ഗോൾഡൻ ജനറേഷൻ ആണ്. എന്താ പറഞ്ഞാൽ നമ്മൾ കുറെ കാലം മുമ്പ് പറയാറില്ലേ ബെൽജിയം ഗോൾഡൻ ജനറേഷൻ ഓഫ് ബെൽജിയം എന്ന് പറയില്ല, അതേപോലെ മൊറോക്കന്റെ ഒരു ഗോൾഡൻ ജനറേഷൻ. അവരുടെ ഇപ്പോൾ ആഫ്രിക്കൻ നാഷൻസ് കപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവരുടെ അണ്ടർ 20 വേൾഡ് കപ്പോ അങ്ങനെയൊക്കെ അതിലൊക്കെ അവർ ചാമ്പ്യന്മാരുണ്ട്. അവരുടെ ഒരു പുതിയ തലമുറ അങ്ങനെ വാർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ ഇപ്പം ഇന്ന് ഇറങ്ങിയ പ്ലേയേഴ്സിനെ നോക്കിയാൽ 18ഉം 17ഉം 16ഉം 18ഉം 19ഉം 20ഉം വയസ്സാണ്. അവരുടെ 25 വയസ്സാണ് ഏറ്റവും ആവറേജ് ഏജ് പറയുന്നത്. അപ്പോ ഇവരെ എന്തായാലും നോക്കി വെക്കേണ്ടി വരും. ഈ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ അവർക്കൊരു സമനില മതി എന്നുള്ള, കാരണം ബ്രസീലിന്റെ അടുത്ത് ഇനി ഒരുപാട് അറ്റാക്കിൽ പോയിട്ട് എങ്ങാനും ഇതേപോലെ വിനീഷ്യസിന്റെ കിട്ടിയ പോലെ ഒരു ഗോൾ കൂടി കിട്ടി തോൽവി വേണ്ട, പോയിന്റ് ഡ്രോപ്പ് ചെയ്യരുത്. ആ ഒരു പോയിന്റ് ഞാൻ അടുത്ത രണ്ട് മത്സരങ്ങൾ സ്കോട്ട്ലാൻഡിന് ഹെയ്ത്തിയായിട്ട് തകർത്ത് കളിക്കാണ്. അപ്പൊ എന്തായാലും സ്കോട്ട്ലാൻഡാണ് ഇനി ഗ്രൂപ്പിൽ അടുത്ത വമ്പന്മാര്. ഇനി സ്കോട്ട്ലാൻഡ് ഇവർക്ക് രണ്ടുപേർക്ക് ആർക്കാണ് പണി കൊടുക്കാൻ പോകുമെന്നും പറയാൻ പറ്റില്ല. അതും ഒരു കിടിലൻ പോരാട്ടമായിരിക്കും. നമുക്ക് അപ്പോൾ ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക് ഒന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രസീൽ 8 ഷോട്ടുകൾ എടുത്തുള്ള 5 ഓൺ ടാർജറ്റിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. മൊറോക്കന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 13 ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, 4 മാത്രം ഓൺ ടാർജറ്റിലേക്ക് ഉണ്ടായിരുന്നത്. 54% ബ്രസീലിന് പൊസിഷൻ ഉണ്ടായിരുന്നപ്പോൾ അവിടെ 46% മൊറോക്കോയുടെ ഭാഗത്ത് പൊസിഷൻ ഉണ്ടായിരുന്നത്. 499 പാസുകൾ ബ്രസീൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 474 പാസുകളാണ് മൊറോക്കോ കംപ്ലീറ്റ് ചെയ്തത്. 87% പാസിംഗിനെ കുറിച്ച് ഉണ്ടായിരുന്നപ്പോൾ അവിടെ 88% മൊറോക്കോന്റെ ഭാഗത്തുണ്ടായിരുന്നു. 16 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ 14 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് മൊറോക്കോയ്ക്ക് ഒന്നുണ്ടായിരുന്നു, ഇവിടെ ബ്രസീലിന്റെ ഭാഗത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 6 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസീൽ. മൊറോക്കോ ആണെങ്കിൽ 2 കോർണേഴ്സ്, അതിൽ ഒരു കോർണേഴ്സ് 95 മിനിറ്റിലാണ് തോന്നുന്നുണ്ട് ഫസ്റ്റ് കോർണർ മൊറോക്കോ വിൻ ചെയ്യുന്നു. അതിനുശേഷം ഒരു കോർണർ കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ സെറ്റ് പീസുകളും ഫ്രീ കിക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു. പിന്നെ മൊറോക്കോയുടെ ഗോൾ കീപ്പറിന്റെ കാര്യം പറയാം. ഗോൾ കീപ്പർ ഒന്ന് രണ്ട് സേവൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു യാസീൻ, ആ ചങ്ങായിയുടെ ഒരു പ്രകടനം ഈ സീസണിൽ കണ്ടില്ല എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൽ കിട്ടുന്ന 2-3 അത് ഡിഫൻഡർമാരുടെ ഒരു മിസ്റ്റേക്കിൽ വരുന്ന ഒരു ബോൾ, അത് റഫീനിക്ക് കിട്ടിയൊരു ഗോളിന്റെ ചാൻസ് ആയിരുന്നു. പക്ഷെ റഫീൻ എത്തുന്നതിന് മുമ്പ് ആ ഗോളി വന്നത് അടിച്ച് പറത്തായിരുന്നു പറയാം. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആൾ കുറച്ചുകൂടെ ഒന്ന് ഊർജ്ജമായി, പക്ഷെ പഴയ എനർജിയൊക്കെ എവിടേക്ക് കുറഞ്ഞ പോലെ ഉണ്ട്. അപ്പോ എന്താണ് ബ്രസീൽ ഫാൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കളിയെക്കുറിച്ച്? ഈ കളിയും വെച്ച് ബ്രസീൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര ദൂരം എത്തും ഈ വേൾഡ് കപ്പിൽ? റൗണ്ട് ഓഫ് 32 റൗണ്ട് 16 കഴിഞ്ഞ് പ്രീ ക്വാർട്ടറും കഴിഞ്ഞ് സെമിയും ഫൈനലിൽ എത്തി കപ്പടിക്കുമോ എന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതേപോലെ ടീമിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് നിങ്ങളുടെ ബ്രസീൽ ഫാൻസുകാർ കമന്റ് ചെയ്യാം. ഈ കളിയോട് കൂടിയിട്ട് അഞ്ചലോട്ടിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടാവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ചങ്ങായിനെ സ്ക്വാഡിലെടുത്തത്. ബ്രസീലിന് നെയ്മർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്നുള്ള കാര്യത്തിൽ 100% നല്ല മത്സരം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചങ്ങായി ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സ്കോട്ട്ലാൻഡ് ഹെയ്ത്ത് ആയിട്ടുള്ള മത്സരത്തിന് ഏത് മത്സരത്തിനാണ് കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. രണ്ട് മത്സരത്തിലും എങ്ങനെയും രണ്ട് മത്സരങ്ങളും ജയിച്ച് ബ്രസീൽ അടുത്ത റൗണ്ടിലേക്ക് പോകും തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലായിരിക്കും നെയ്മറിനെ കാണാൻ പറ്റുക. അതിന് മുമ്പ് അവസാനത്തെ റൗണ്ട് ലീഗ് മത്സരത്തിൽ കാണാൻ പറ്റിയാൽ കഴിച്ചിലായി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം പരുക്കിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ന്യൂസുകളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നെയ്മർ ഇല്ലാതെ ഇപ്പോൾ ബ്രസീലുകാരൊക്കെ ഇന്നത്തോട് കൂടിയിട്ട് പറയും നെയ്മർ ഇല്ലാണ്ട് ഈ ബ്രസീൽ അവിടെ എത്തില്ലെന്ന്. അത് തന്നെയാണ് സത്യാവസ്ഥ. എന്ന് പറഞ്ഞാൽ മിഡിൽ ആ ക്രിയേറ്റീവായിട്ട് ആ ട്രിബിൾ ചെയ്യാനും അതേപോലെ തന്നെ ബോൾ ത്രൂ പാസുകളും അതേപോലെ തന്നെ അവരുടെ ഡിഫൻസിനെ കീറിമുറിക്കാനുള്ള പാസുകൾ കൊടുക്കാനൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇല്ലെങ്കിൽ പിന്നെ ആ ടീം എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനിയുള്ള 2 ലീഗ് മത്സരങ്ങളിൽ ബ്രസീൽ വിജയിച്ചിട്ട് ഗ്രൂപ്പിൽ ജേതാക്കളായിട്ട് തന്നെ അവർ അടുത്ത റൗണ്ടിൽ പോകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. അതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.